കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പായി ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു വിധിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സർക്കാരാണ് LDFന്റെ സർക്കാരെന്ന് അതിന്റെ ഭരണ മികവ് കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകിയ ഒരു തട്ടകമാണ് നിലമ്പൂർ. തൊട്ടതെല്ലാം പിഴച്ചുപോയ ഒരു UDFനെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് UDF. കടുത്ത ആഭ്യന്തര സംഘർഷത്തിലേക്കാണ് UDF പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന ബന്ധമോ മറ്റ് വിവാദങ്ങളുടെ സഹായമോ മാത്രമാണ് UDF ആശ്രയിക്കുന്നത്. പക്ഷേ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ വ്യാജങ്ങളുടെ നിർമ്മിതി കൊണ്ട് ഇത്തവണ നിലമ്പൂരിനെ കീഴടക്കാനാവില്ല. LDFന് ഈ നാട്ടിലെ ബഹുജനങ്ങളോടൊപ്പം നിന്ന് നടത്തിയ വികസന നേട്ടങ്ങളുടെ മികവുണ്ട്. സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന അംഗീകാര മുദ്രകളുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ M സ്വരാജ് നിയമസഭയിലെത്തും. കേരള രാഷ്ട്രീയത്തിൽ ഏത് ചുമതലയും വഹിക്കാൻ പ്രാപ്തനായ ഒരാളാണ് സഖാവ് M സ്വരാജ് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ വെറും ഒരു MLA എന്ന നിലയ്ക്കല്ല മുഖ്യമന്ത്രി കേരള നിയമസഭയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. തുടർ ഭരണത്തിലേക്ക് LDF കടക്കാൻ പോകുന്ന ഒരു നിർണായകമായ ചുവടുവെപ്പായി നിലമ്പൂർ മാറുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന തുടർഭരണത്തിന്റെ പുതിയ സാധ്യതകൾ തുറന്നിടുന്ന ഒരു ജനവിധിയുടെ കരുത്താണ് ഇവിടെ നിലമ്പൂരിൽ ഉയരാൻ പോകുന്നത്. വർദ്ധിത ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. PV അൻവർ ഘടകമാകുമോ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്നതാണ്. എന്താണ് PV അൻവർ വിഷയത്തിൽ LDFന്റെ നിലപാട്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി യാതൊരു അടിസ്ഥാനമില്ലാത്ത നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും കോലാഹലങ്ങൾ പ്രചരണ മാധ്യമങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അത് വസ്തുതകളായിരുന്നെങ്കിൽ എന്തെങ്കിലും സ്വാധീനം ഈ മണ്ഡലത്തിൽ ചെലുത്താൻ അദ്ദേഹത്തിനാകുമായിരുന്നു. പക്ഷെ യാതൊരു വസ്തുതകളും അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിലില്ല എന്ന ജനങ്ങളുടെ ബോധ്യമാണ് നിലമ്പൂരിൽ ഇപ്പോൾ സമൂഹത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികളുടെ നിലയ്ക്ക് LDF UDF തമ്മിലുള്ള മത്സരത്തിനാണ് ഈ നിലമ്പൂർ വേദിയായിരിക്കുന്നത്. അതിലെ രാഷ്ട്രീയമായ മേൽക്കൈ ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ ഉൾപ്പെട്ട പെട്ടി വിവാദമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ, അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ തങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നടത്തിയ കപട നാടകമാണ്. ആ കപട നാടകത്തിന്റെ അന്തരാർത്ഥങ്ങൾ പൊളിഞ്ഞു എന്ന് മാത്രമല്ല, അവർ സ്വയം വെളിപ്പെടുത്തി കഴിഞ്ഞു. ബൈബിൾ പറയുന്ന പോലെ അവനവൻ വെളിപ്പെടുത്തുക എന്ന ഒരു പ്രക്രിയയുണ്ട്. ഇവിടെ രണ്ട് വ്യാജന്മാരെ സ്വയം വെളിപ്പെടുത്താൻ അവസരം കിട്ടിയ സന്ദർഭമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അത് തന്നെയാണ്. കാരണം UDF നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്രതികരണങ്ങൾ. എന്നാൽ സ്വാഭാവികമായ നടപടിയാണ്. നമുക്കറിയാം, പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് ഉണ്ടാകാവുന്ന സ്വാഭാവികമായ നടപടി തന്നെയായിരുന്നു ആ ഒരു പരിശോധന. എന്നാൽ നിലവിൽ ചർച്ച വേണ്ട എന്നൊക്കെയാണ് UDFിലെ തീരുമാനം. അത് എന്തുകൊണ്ടാകാം എന്നാണ് കരുതുന്നത്? അല്ല, UDF തീരുമാനിച്ചാൽ ചർച്ച നടക്കുകയും തീരുമാനിക്കാതിരുന്നാൽ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ മാധ്യമങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയം ശക്തമായി പ്രചരിപ്പിച്ചിരുന്ന കാലമാണ്. ഇന്ന് ആ മാധ്യമങ്ങളുടെ പിടിയിൽ നിന്ന് കാര്യങ്ങൾ പോയി. നവമാധ്യമങ്ങൾ വരികയും വസ്തുതകൾ നിമിഷാർത്ഥങ്ങൾക്കകത്ത് പൊതുമണ്ഡലത്തിൽ എത്തുകയും ചെയ്യുന്ന പുതിയ കാലം. ആ പുതിയ കാലത്ത് ഒരു വിഷയം ചർച്ച ചെയ്യണ്ട എന്നാലും തീരുമാനിച്ചാലും സാധ്യമല്ല, ചർച്ച ചെയ്യണമെന്ന് ബോധപൂർവ്വം തീരുമാനിച്ചാലും സാധ്യമല്ല. സമൂഹത്തിനകത്ത് തിരിച്ചറിവുകൾ ഉയർന്നു വരുന്നു. നിലമ്പൂര് തിരിച്ചറിവിന്റെ കൊടിയാണ് ഉയർത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.